ശബരിമലയിൽ നവോത്ഥാനം നടത്താനെന്ന പേരിൽ ഹിന്ദുവേട്ട നടത്തിയവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്. അയ്യപ്പ സംഗമം എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നാൽ അയ്യപ്പ ഭക്ത സംഗമം. അതെങ്ങനെയാണ് അയ്യപ്പന്മാരുടെ ഒരു സംഗമം നടത്തുക എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. മാലയിട്ട് വ്രതമെടുത്ത് ശബരിമലയ്ക്ക് വരുമ്പോഴാണ് ഒരാൾ അയ്യപ്പനാവുന്നത്. ആ അയ്യപ്പനാവുന്നവരുടെ സംഗമം എല്ലാ വർഷവും ഈ മണ്ഡലകാലം തുടങ്ങി മകരവിളക്ക് അവസാനിക്കുന്നവരെ നടക്കാറുമുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളെ ഒന്നും ക്ഷണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം. ഇതിന് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമില്ലേ? തീർച്ചയായും ഒരു ഗൂഢലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. അയ്യപ്പ ഭക്തസംഗമം അല്ല അവർ പറഞ്ഞിട്ടുള്ളത്, അയ്യപ്പ സംഗമം. അപ്പോൾ രണ്ടാണ്. അയ്യപ്പ ഭക്തന്മാർ ആണോ അവിടെ വരുന്നത്, അതെയോ ഈ അയ്യപ്പന്മാരുടെ പേരിൽ മറ്റെന്തെങ്കിലും താല്പര്യമുള്ളവരാണോ അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിലെ ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഒന്ന്, ഇതിൻ്റെ തുടക്കത്തിൽ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അനൗൺസ് ചെയ്തത് ദേവസ്വം മന്ത്രി വാസവനാണ്. അപ്പോൾ ദേവസ്വം മന്ത്രി വാസവൻ ഇങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഹൈന്ദവ സംഘടനകൾ അന്ന് തന്നെ ചോദിച്ചിരുന്നു, ഈ ഒരു അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് എന്താണ് അവകാശം? സത്യത്തിൽ സർക്കാർ ഒരു മതേതര സർക്കാർ. ആ മതേതര സർക്കാർ അയ്യപ്പന്മാരുടെ സംഗമം വിളിച്ചു കൂട്ടുക എന്ന് പറയുമ്പോൾ അത് മതേതര സങ്കല്പത്തിന് ചേർന്ന ഒരു സമീപനമല്ല. വിശ്വാസികളുടെ സംഗമമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വിശ്വാസികളെ വിളിച്ചു കൂട്ടുക, ഒരു മതേതര സർക്കാർ വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല. അപ്പോൾ അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് പ്രതിഷേധങ്ങൾ വന്നു. കാരണം ഇത് വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസികളുടെ പേരിൽ സർക്കാർ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണിത് എന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ കാരണം. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ കനത്തു. സർക്കാർ അതിന് മറുപടി ഇല്ലാതെയായി. അപ്പോൾ സർക്കാർ പറഞ്ഞു, ഇപ്പോൾ എന്താണ്, ഞങ്ങളല്ല നടത്തുന്നത്, ദേവസ്വം ബോർഡാണ്. അപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നു. ദേവസ്വം ബോർഡ് പറയുന്നത് ദേവസ്വം ബോർഡാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിന് തീർച്ചയായും അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് അയ്യപ്പ സംഗമം നടത്താനുള്ള പ്രചോദനം എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? സർക്കാർ പറയുന്നത് എന്താ? ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിയിട്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ, ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പദ്ധതികളുടെ ഫണ്ട് റേസ് ചെയ്യാൻ, അവരെ കൊണ്ട് സ്പോൺസർഷിപ്പ് എടുപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതിയാണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മാസ്റ്റർ പ്ലാൻ 2008 മുതൽ സർക്കാർ അംഗീകൃത മാസ്റ്റർ പ്ലാൻ നമ്മുടെ കേരളത്തിലുണ്ട്. 2008 ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ്. 2008 മുതൽ നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ എന്ത് സംഭവിച്ചു? ദേവസ്വം ബോർഡ് എന്തൊക്കെ നടപടികൾ എടുത്തു ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച്? ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? ആ മാസ്റ്റർ പ്ലാൻ എവിടം വരെ എത്തി? എത്ര കോടി രൂപ അതിലേക്ക് അലോക്കേറ്റ് ചെയ്തു, അനുവദിച്ചു? എത്ര കോടി രൂപ ചെലവാക്കി? ഇതിനെ സംബന്ധിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ ദേവസ്വം ബോർഡോ സർക്കാരോ തയ്യാറുണ്ടോ? ഓരോ വർഷവും സർക്കാർ ഈ മാസ്റ്റർ പ്ലാനിലേക്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ വകയിരുത്തൽ മാത്രമേ ഉള്ളൂ. ആധാരത്തിലുണ്ട്, അത്താഴത്തിനില്ല എന്ന് പറയുന്ന പോലെയാണ്. വകയിരുത്തുന്ന പൈസ ലാപ്സായി പോകാറ പതിവ്, ചെലവഴിക്കാറില്ല. ഇപ്പോൾ 2016 മുതൽ 2023 വരെയുള്ള 7 വർഷക്കാലത്തേക്ക് 220 കോടി രൂപ വകയിരുത്തി ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരുന്നു പിണറായി സർക്കാർ. 140 കോടി രൂപയും ലാപ്സായി പോയി. ഇത് RTI റിവലേഷനാണ്. RTI അനുസരിച്ചിട്ട് അപേക്ഷിച്ച അതിന് കൊടുത്ത മറുപടിയാണ് 140 കോടി രൂപ ലാപ്സായിരുന്നു. 2016 കേന്ദ്ര സർക്കാർ 100 കോടി രൂപ സ്വപ്നദർശൻ പദ്ധതിയിൽപ്പെടുത്തി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അനുവദിച്ചു. 80 കോടി രൂപയും ലാപ്സായി. അപ്പോൾ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന പണം ചെലവഴിക്കാതെ ലാപ്സാക്കുന്ന ഒരു ഭാഗത്ത്, എന്നിട്ട് അയ്യപ്പന്മാരുടെ സംഗമം നടത്തിയിട്ട് വികസന പദ്ധതിക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നു എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു കാപട്യമാണ്.
ഇത് ഭക്തജനങ്ങളെ പറ്റിക്കലാണ്, ചൂഷണം ചെയ്യുക, അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നൊരു പരിപാടിയാണ്. ഇതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഇതിന് ശബരിമലയോടോ അയ്യപ്പന്മാരോടോ ആത്മാർത്ഥത ഉണ്ട്, വികസനത്തിലാണ് ഇവർക്ക് ആത്മാർത്ഥത എങ്കിൽ ശബരിമല വികസന പദ്ധതി മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ചെലവഴിച്ച പണം എവിടെ പോയി, അല്ലെങ്കിൽ ആ പണം എന്തുകൊണ്ട് ലാപ്സായി? അതിന് ഉത്തരം പറയണം ദേവസ്വം ബോർഡും സർക്കാരും ഉത്തരം പറയണം. വേണ്ടേ? സർക്കാരല്ലേ അതിന് ഉത്തരം പറയേണ്ടത്? ദേവസ്വം ബോർഡല്ലേ ഉത്തരം പറയേണ്ടത്? കോടിക്കണക്കിന് രൂപ എന്തുകൊണ്ട് ലാപ്സായി പോയി എന്ന് ഉത്തരം പറയണ്ടേ? ഈ പണം അനുവദിക്കപ്പെട്ട പണം എന്തുകൊണ്ട് ചെലവഴിച്ചില്ല? ഉത്തരം പറയണ്ടേ? അപ്പോൾ അതിന് പകരം ഈ തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ദേവസ്വം ബോർഡ് എന്താ പറയുന്നത്? ദേവസ്വം ബോർഡ് പറയുന്നത് വിശ്വാസികളായ അയ്യപ്പന്മാർക്ക് ഞങ്ങളവിടെ ചില കാറ്റഗറി തിരിക്കും. 3 കോടിയോ 4 കോടിയോ കൊടുക്കുന്ന അയ്യപ്പന് ഡയമണ്ട് കാർഡ്, 1 കോടി കൊടുക്കുന്ന ആൾക്ക് ഗോൾഡൻ കാർഡ്, 50 ലക്ഷം കൊടുക്കുന്ന ആൾക്ക് സിൽവർ കാർഡ്. ഇങ്ങനെ കൊടുക്കുന്ന പണത്തിനനുസരിച്ച് അയ്യപ്പന്മാരെ കാറ്റഗറൈസ് ചെയ്യും. അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കും. ദർശനത്തിന് സൗകര്യം, താമസത്തിന് സൗകര്യം, വരാനും പോകാനുള്ള സൗകര്യം. ഇങ്ങനെയുള്ള രീതിയിൽ ശബരിമല സന്നിധാനത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശബരിമല സന്നിധാനത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ശബരിമല ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമല ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അങ്ങേയറ്റം പാലിക്കപ്പെടുന്നതും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നതും അത് ഭക്തിപൂർവ്വം ആചരിക്കുകയും ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. മാത്രമല്ല അവിടെ ഒരു തരത്തിലുള്ള വിവേചനത്തിനും അവിടെ അനുവദിക്കപ്പെടുന്നില്ല. ജാതിയുടെ പേരിലുള്ള വിവേചനമില്ല, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉന്നത കുലജാതനെന്നോ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെന്നോ ഒരു തരത്തിലുള്ള വിവേചനവും അവിടെ ഇല്ല. എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ വരുന്നവർ മുഴുവൻ അയ്യപ്പന്മാരാണ്. അവിടെ ദരിദ്രനില്ല, പാമരനില്ല, പണ്ഡിതനില്ല, അവിടെ പണക്കാരനില്ല. ഒരു തരത്തിലുള്ള വിവേചനം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. സമദർശിത്വം. അയ്യപ്പനെ കാണുമ്പോൾ അത് നീ തന്നെയാണ്. എല്ലാ ചരാചരങ്ങളിലും ഒരേ ഒരു ഈശ്വര ചൈതന്യം എന്ന് പറയുമ്പോൾ 3 കോടി കൊടുക്കുന്നവന് പ്രത്യേക ആനുകൂല്യം, 1 കോടി കൊടുക്കുന്നവന് പ്രത്യേക ആനുകൂല്യം. ശബരിമലയുടെ പവിത്രതയെയും ശബരിമലയുടെ വിശ്വാസ പാരമ്പര്യത്തെയും തകർക്കുക എന്ന ലക്ഷ്യം ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റുക. ദേവസ്വം ബോർഡിന് ഒരു അറവുകാരൻ്റെ മനോഭാവമാണ്. ദേവസ്വം ബോർഡിന് ഒരു കശാപ്പുകാരൻ്റെ മനോഭാവമാണ്. അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആ ശബരിമലയിൽ നിലവിലുള്ള ആ ഒരു മനോഭാവത്തെ മുഴുവൻ തകർക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇത് ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ CPM-ൻ്റെ നേതാവ് MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പറയുന്നത് എന്താ? ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസികളുടെ കൂടെ പിന്തുണയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, വിശ്വാസികൾക്കൊപ്പമാണ് ഈ സർക്കാരെങ്കിൽ, വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അയ്യപ്പന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ സംഗമം എങ്കിൽ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത അയ്യപ്പ വിശ്വാസികളോടുള്ള സർക്കാരിൻ്റെ നിലപാടെന്താ ഇപ്പോഴും? ആ കേസ് പിൻവലിച്ചിട്ടില്ല. ആ കേസ് പിൻവലിച്ചിട്ടില്ല. വർഷം എത്രയായി? 2018. 7 വർഷം കഴിഞ്ഞ് 2025 നിൽക്കുകയാണ്. ആയിരക്കണക്കിന് നിരപരാധികളാണ് ശബരിമല അയ്യപ്പ വിശ്വാസം അല്ലെങ്കിൽ ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ബലികടാക്കപ്പെട്ടത്. എത്ര പേർക്ക് ജോലി നഷ്ടപ്പെട്ടു? എത്ര പേര് ഇപ്പോഴും കേസിൽ കുടുങ്ങിക്കിടക്കുന്നു? എന്തുകൊണ്ടാണ് സർക്കാർ അവരുടെ കേസ് പിൻവലിക്കാത്തത്? ഈ സർക്കാർ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖ സമരത്തിന് അക്രമങ്ങൾ ഉൾപ്പെടെ നടത്തിയ ആളുകളുടെ കേസ് പിൻവലിച്ചത്. ഈ സർക്കാർ പിൻവലിച്ചല്ലോ. CAA പ്രക്ഷോഭത്തിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ നടത്തിയ സമരത്തിൽ പ്രതികളാക്കപ്പെട്ടവരുടെ കേസുകൾ പിൻവലിച്ചല്ലോ. ഈ സർക്കാർ പിൻവലിച്ചില്ലേ? ഈ സർക്കാർ പിൻവലിച്ചല്ലോ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ട് താമരശ്ശേരിയിൽ ഫോറസ്റ്റ് ഓഫീസ് അടക്കം കത്തിച്ചു കളഞ്ഞു. ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത കേസുകളടക്കം പിൻവലിച്ചില്ലേ? ഈ സർക്കാർ പിൻവലിച്ചല്ലോ. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ തെരുവിൽ സമാധാനപരമായി സമരം ചെയ്ത ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ പേരിൽ ചാർത്തപ്പെട്ട കേസുകൾ നാളിതുവരെ പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണോ? ഗോവിന്ദന്റെ പ്രസ്താവന എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇപ്പൊ ദേവസ്വം ബോർഡ് പറയുന്നത് എന്താ? ഞങ്ങൾ നിലപാട് തിരുത്താൻ പോണു എന്നാണ്.
വിശ്വാസികൾ, അതായത് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെയും പക്ഷം എന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നു. ഇതേ ദേവസ്വം ബോർഡ് സുപ്രീം കോടതി കൊടുത്ത അഫിഡാവിറ്റ് എന്താണ്? ഇതേ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി കൊടുത്തു അഫിഡാവിറ്റ്. ദേവസ്വം ബോർഡ് വിശ്വാസികളോട് മാപ്പ് പറയാൻ തയ്യാറാവണ്ടേ? ഈ സർക്കാർ വിശ്വാസികളോട് മാപ്പ് പറയണ്ടേ? ഈ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ വിശ്വാസികളെ വഞ്ചിക്കും. ഞങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണെന്ന് പറയുക, എന്നാൽ വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുക. ഗണേശോത്സവം നടത്തുമ്പോൾ എങ്ങനെയാണ് ചെഗുവേര അതിൽ കടന്നു വരുന്നത്? ഈ കഴിഞ്ഞ ദിവസമല്ലേ ഗണേശോത്സവത്തിൽ ചെഗുവേരയുടെ ചിത്രം ഉപയോഗിക്കുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിലല്ലാതെ CPM ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്താൻ ധൈര്യപ്പെടുമോ? ക്രിസ്മസ് ആഘോഷത്തിൽ ചെഗുവേരയുടെ ചിത്രം പെടുത്തുമോ? റംസാൻ ആഘോഷത്തിൽ ഇഫ്താർ സംഗമത്തിൽ DYFI ചെഗുവേരയുടെ ചിത്രം വെക്കുമോ? എന്തുകൊണ്ടാണ്? ഹൈന്ദവ വിശ്വാസങ്ങളെ ഏത് നിലയ്ക്കും അപകീർത്തിപ്പെടുത്താം, അവഹേളിക്കാം, ചവിട്ടിയരയ്ക്കാം. ഈ ഒരു ധാർഷ്ട്യം അത് CPMനുണ്ട്. അപ്പൊ അത് CPM വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് കപടമാണ്, കാപട്യമാണ്. ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊപ്പമല്ല. CPM ഇസ്ലാമിക വിശ്വാസത്തിനൊപ്പമായിരിക്കാം, CPM ക്രിസ്ത്യൻ വിശ്വാസത്തിനൊപ്പമായിരിക്കാം. ഒരു കാലത്തും CPM ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊപ്പമല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് CPMന് ഇപ്പോൾ ഈ പുനർചിന്ത വന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് CPM പുനർചിന്ത നടത്തി ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. വിശ്വാസികളെ കയ്യിലെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാമോ എന്ന് നോക്കുകയാണ് സത്യത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും CPMന് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ CPMനൊപ്പം ഇല്ല എന്നാണ്. കുറേ കാലം മുസ്ലിം വർഗീയതയെയും തീവ്രവാദത്തെയും പിന്തുണച്ച് മുസ്ലിം വോട്ടിൻ്റെ പിന്നാലെ നടന്നു. നിലമ്പൂരിലടക്കം ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചു. മുസ്ലിം വോട്ട് CPMലേക്ക് വരുന്നില്ല. അത് ലോക്സഭാ ഇലക്ഷനിലും മനസ്സിലായി, കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും മനസ്സിലായി. ക്രിസ്ത്യൻ വോട്ടും CPMലേക്ക് വരുന്നില്ല. CPMൻ്റെ മുസ്ലിം വർഗീയ പ്രീണനത്തോട് പ്രതിഷേധിച്ച് ഹിന്ദുക്കൾ CPMനെ ഉപേക്ഷിച്ചു. CPMന് യഥാർത്ഥത്തിൽ കയ്യിലിരുന്നതും കക്ഷത്തിലിരുന്നതും പോയി, ആകാശത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടും പോയി. ഇപ്പോൾ CPM ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനോട് ശ്രമം നടത്തുകയാണ്, വിശ്വാസികളെ പ്രീണിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളത്തിൽ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന 40% ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഹിന്ദു ജനസംഖ്യയിൽ 40% പേര് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരും ഹിന്ദുത്വ അജണ്ടയെ പിന്തുണയ്ക്കുന്നവരുമാണ്. CPM ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുത്വ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഹിന്ദുക്കളുള്ള പാർട്ടി. ഹിന്ദുത്വ പ്രസ്ഥാനമല്ല, ഹിന്ദുക്കളുള്ള പാർട്ടി എന്ന് പറയാറുണ്ട്. തെറ്റാണത്. ഞാൻ പറയുന്നു CPM ആണ് എന്നുള്ള അവകാശവാദം തെറ്റാണെന്ന്. കാരണം എന്താ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന BJPക്ക് കിട്ടിയല്ലോ. 1,98,00,000 വോട്ടാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത്. 50% ആണ് ഹിന്ദു വോട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 1 കോടി എന്ന് വിചാരിച്ചോളൂ. 1 കോടി ഹിന്ദു വോട്ടിൽ 40 ലക്ഷത്തോളം വോട്ട് BJPക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 40% വോട്ടാണ്. ഹിന്ദുക്കളിൽ 40% പേര് പിന്തുണയ്ക്കുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടി CPM ആണ് എന്ന് പറഞ്ഞ് ഇനി മേനി നടിക്കണ്ട. ആ അവകാശവാദവും പൊളിയുകയാണ്. ഇന്ന് ഹിന്ദുക്കൾ കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഇത് കേരളമാണ് എന്ന അവകാശവാദം ഉയർത്തിയിട്ട് അല്ലെങ്കിൽ നെഞ്ചു വിരിച്ചിട്ട് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്ന് ഇനി പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ തിരിച്ചറിവ്, ഹിന്ദുക്കൾ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു, തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള തിരിച്ചറിവ് ആണ് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ഈ രാഷ്ട്രീയ തീരുമാനത്തെ ഭക്തജനങ്ങൾ ശരിയായ വിധത്തിൽ വിലയിരുത്തും, മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഈ ശബരിമല വിഷയത്തിനകത്ത് NSS SNDP അടക്കം ശിവഗിരി മഠം ഉൾപ്പെടെ സമുദായ സംഘടനകൾക്ക് മറ്റൊരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഈ പരിപാടിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ശരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ലല്ല, അത് ഓരോ സംഘടനകൾക്കും നേരത്തെയും അവർക്ക് സ്വതന്ത്രമായ നിലപാടുകളും അഭിപ്രായങ്ങളുണ്ട്. ശബരിമല പ്രക്ഷോഭം തുടങ്ങുമ്പോൾ NSS അതിന് അനുകൂലമായിരുന്നു, ആ പ്രക്ഷോഭത്തിന് അനുകൂലമായിരുന്നു. SNDPക്ക് കുറച്ച് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം SNDP അടക്കമുള്ള സംഘടനകൾ
യുവതി പ്രവേശന വിഷയത്തിൽ ആചാരങ്ങൾ പാലിക്കുകയാണ് വേണ്ടത് എന്ന് നിലപാട് തിരുത്തുകയും ചെയ്തു. അപ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവർ ഓരോ സമയത്തും ഓരോ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മലയരയ സഭ അവർ സ്വാഗതസംഘം രൂപീകരണത്തിൽ പോയ സംഘടനയാണ്. പക്ഷേ അവർ ഈ അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കും. കാരണം അവർക്ക് പരമ്പരാഗതമായി കിട്ടേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാർ ഒന്നും മിണ്ടുന്നില്ല, ദേവസ്വം ബോർഡ് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് അവർ പറയാം. ഇപ്പോൾ പന്തളം കൊട്ടാരം ഈ അയ്യപ്പ സംഗമത്തിൽ സാധാരണ അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ യോഗക്ഷേമ സഭയെ പോലുള്ള സംഘടനകൾ അവർ ഈ അയ്യപ്പ സംഗമത്തിന് എതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ സംഘടനകൾ, സാമുദായിക സംഘടനകൾ വ്യത്യസ്തങ്ങളായ നിലപാടെടുക്കും. പക്ഷേ ഹൈന്ദവ സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി, അതേപോലെ അയ്യപ്പ സേവാ സമാജം, ശബരിമല കർമ്മസഭ, ഇതുപോലുള്ള സംഘടനകൾ മുഴുവൻ ഹിന്ദു സമാജത്തെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലപാടുകൾ എടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ഹിന്ദു സമാജത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ നിലപാടാണ് യഥാർത്ഥത്തിൽ അനുയോജ്യമായത്, ഭക്തന്മാർക്ക് അനുയോജ്യമായ നിലപാട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നിലപാട് ഞങ്ങൾ എടുക്കുന്നത്. മറ്റ് സംഘടനകൾക്ക് അവരുടെ നിലപാടുകൾ വെച്ച് പുലർത്താനും അത് പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാട് അവർ കുറച്ച് നിൽക്കാം, തെറ്റില്ല. പക്ഷേ അവരഭിപ്രായം മാറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തനിനിറം പലപ്പോഴായി വെളിച്ചത്ത് വന്നിട്ടുള്ളതാണ്. ഈ സംഘടനകൾക്കും കാര്യങ്ങൾ മനസ്സിലാകും, അവരവരുടെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.